ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ 8th യൂണിറ്റ് ആയിട്ടുള്ള വാൾട്ട് വിറ്റ്മാൻ്റെ സോങ് ഓഫ് മൈസെൽഫ് എന്നുള്ള പോയമാണ്. സോങ് ഓഫ് മൈസെൽഫ് എന്നുള്ള പോയം അമേരിക്കൻ സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതികളിൽ ഒന്നാണ്. 1855 ഈ ഒരു കൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു പോയം ലീവ്സ് ഓഫ് ഗ്രാസ് എന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്നിട്ട് എടുത്ത ഒരു ഭാഗമാണ്. ഈ ഒരു കവിത വിറ്റ്മാൻ തൻ്റെ സ്വതന്ത്രമായ വ്യക്തിത്വം, അതുപോലെ തന്നെ ആത്മീയത, മനുഷ്യസ്നേഹം, പ്രകൃതിയോടുള്ള ഐക്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് നമ്മളോട് പറയുന്നത്. മാത്രമല്ല ഈ ഒരു പോയത്തിൽ എല്ലാവരെയും യാതൊരു രീതിയിലുള്ള മതപരമായിട്ടുള്ളതോ വർഗീയമായിട്ടുള്ളതോ കാര്യങ്ങൾ ഒന്നും ഇതിൽ പറയുന്നില്ല. ഇതിൽ കൂടുതലായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് പോയറ്റ് ഈ ഒരു പോയത്തിൻ്റെ എല്ലാവിധ തീംസും കാര്യങ്ങളും നമ്മളോട് പറയുന്നത്. ദെൻ നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഈ ഒരു പോയത്തിൽ കവിയുടേത് തന്നെ ഒരു മനസ്സിലേക്കുള്ള ഒരു ആത്മാവിൻ്റെ ഒരു ആത്മപരിശോധനയാണ് നടത്തുന്നത്. സോ എന്നിട്ട് കവി പറയാണ്, ഞാൻ എന്നെ തന്നെ ആഘോഷിക്കുകയാണ്. അതായത് ഞാൻ പാടുകയാണ്. ആരെക്കുറിച്ച്? എന്നെക്കുറിച്ച് തന്നെ ഞാൻ പാടുകയാണ്, എന്നെ തന്നെ ഞാൻ ആഘോഷിക്കുകയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. അതായത് ഒരു വായനക്കാരനെ ആ ഒരു കവിയുടെ ആത്മാവിനോട് കൂടി മുഖാമുഖം ചേർത്ത് നിർത്തുകയാണ് ഈ ഒരു വരിയിലൂടെ പോയറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോയറ്റ് പറയാണ്, എന്നിട്ട് കവിയുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും അതായത് പൗരുഷത്തെ കുറിച്ചിട്ടൊക്കെ പറയാണ്. പ്രകൃതിയുമായിട്ട് കവി ഒത്തുചേർന്ന് ജീവിക്കുകയാണ്. അതായത് മരങ്ങൾ, മൃഗങ്ങൾ, ആകാശം, നീലം, കടൽ, മനുഷ്യൻ എല്ലാം ഒന്നാണ് എന്നാണ് പോയറ്റ് ഇതിൽ പറയുന്നത്. എന്നിട്ട് പോയറ്റ് പറയാണ്, എല്ലാവരും സമമാണ്. അതായത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപോലെ തന്നെയാണ്. മാത്രമല്ല മതം, ജാതി, പണം, ദുഃഖം, സന്തോഷം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. മാത്രമല്ല പോയറ്റിൻ്റെ ഈ ഒരു കവിതയിൽ നന്മ, അതുപോലെ തന്നെ ആത്മീയത ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻസോട് കൂടിയാണ് പോയറ്റ് നമ്മളുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നത്. എന്നിട്ട് പോയറ്റ് പറയാണ്, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. കവി മരണത്തെ ഭയപ്പെടുന്നില്ല. അതായത് മരണം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല, എന്തിൻ്റെയൊക്കെയോ തുടക്കമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. മാത്രമല്ല എന്നിട്ട് പോയിട്ട് പറയാണ്, നിനക്ക് എന്നെ ഒരു സ്ഥലത്ത് നീ എന്നെ കാണുന്നില്ലെങ്കിൽ നീ ഏതെങ്കിലും മറ്റൊരു സ്ഥലത്ത് തിരയൂ. കാരണം ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പോയിട്ട് പറയാണ്. മാത്രമല്ല കവി ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ കവിതയിൽ ലിംഗ സ്വാതന്ത്ര്യം, അതായത് തൊഴിലാളികളെ കുറിച്ചിട്ട്, തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അടിമത്തത്തിനെതിരെയുള്ള നിലപാടുകളൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റി ഓഫ് ഓൾ ബീയിങ്സ്, നേച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി, ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി, അതുപോലെ തന്നെ ബോഡി ആൻഡ് സോള് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പോയറ്റ് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. സോ ഇതിൽ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് പോയറ്റിൻ്റെ ആത്മപരിശോധനയാണ്. ഈ ഒരു പോയറ്റിൻ്റെ സെൽഫിനെ തന്നെയാണ് നമുക്ക് ഈ ഒരു പോയറ്റിൻ്റെ ചിന്താഗതി അതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് തുറന്ന് കാണിക്കുന്നത്. എന്നിട്ട് പോയിട്ട് പറയാണ്, ഞാൻ എന്നെ സ്വതന്ത്രനായി കാണുന്നു. പോയറ്റിനെ സ്വതന്ത്രനായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ദെൻ യൂണിറ്റി ഓഫ് ഓൾ ബീയിങ്സ് ഇതിൽ പറയുന്നത് മനുഷ്യന്, മരങ്ങൾ, മൃഗങ്ങൾ, നക്ഷത്രങ്ങൾ എല്ലാം ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നാണ് പോയറ്റ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ നേച്ചർ ആൻഡ് സ്പിരിച്വാലിറ്റി ഇതിൽ പറയുന്നത് പോയറ്റ് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഒരു ദൈവിക അനുഭവമായിട്ടാണ് ഈ ഒരു പോയത്തിൽ കാണുന്നത്. ദെൻ ഡെത്ത് ആൻഡ് ഇമ്മോർട്ടാലിറ്റി പോയറ്റിന് മരണം എന്ന് പറയുന്നത് ഒരു യാത്ര മാത്രമാണ്. ശരീരം നശിച്ചാൽ ആത്മാവ് നിലനിൽക്കും എന്നാണ് പോയറ്റ് ഇതിൽ പറയുന്നത്. ദെൻ ഡെമോക്രസി ആൻഡ് ഈക്വാലിറ്റി
എന്താണ് ഇതിൽ വിറ്റ്മാൻ എന്താണ് എല്ലാ ആളുകളെയും എന്താണ് ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതായത് എന്താണ് സ്ത്രീകളെയും തൊഴിലാളികളെയും അടിമകളെയും ഒക്കെ എന്താണ് ഒരുപോലെയാണ് അദ്ദേഹം കാണുന്നത് എന്നാണ് പറയുന്നത്. ദെൻ ബോഡി ആൻഡ് ദി സോൾ. പോയിറ്റ് എന്താണ് ആത്മാവിനെയും അതുപോലെ തന്നെ എന്താണ് ശരീരത്തിനെയൊക്കെ ഒരുപോലെയാണ് കാണുന്നത്. അതായത് എന്താണ് ശാരീരികമായിട്ടുള്ള എന്താണ് അനുഭവങ്ങളും അതുപോലെ തന്നെ ആത്മീയതയും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ അദ്ദേഹം എന്താണ് തള്ളിക്കളയാണ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്. സോ ഈ ഒരു പോയം എന്ന് പറയുന്നത് പോയറ്റിൻ്റെ എന്താണ് ആത്മീയമായിട്ടുള്ളതും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു ദർശനത്തിൻ്റെ ഒരു സോങ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പോയത്തിനെ കണക്കാക്കുന്നത്. ഈ ഒരു പോയത്തിൽ എന്താണ് അമേരിക്കയിലുള്ള വ്യക്തിത്വത്തിൻ്റെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആത്മാന്വേഷണത്തിൻ്റെ ഒക്കെ അതുപോലെ തന്നെ എന്താണ് പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ ഒരു പോയത്തിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ മേജർ തീംസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. സോ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കമൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ദെൻ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കൂ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.